എന്ത് ഭംഗിയാണല്ലേ. ഇതെന്താ ദേവലോകാണോ? ഉത്സവത്തിന് വന്ന പോലെയുണ്ട്. സീതാ റാം ദേശായി. ഓവറാക്കാൻ നിക്കല്ലേ. എൻഗേജ്മെന്റ് നിങ്ങളുടെ അല്ല, സീതയുടെ. എടി മണ്ടി, ഇത് ദേശായി കുടുംബത്തിൽ നടക്കുന്ന ഫംഗ്ഷനാ. ഇവിടെ നമ്മൾ ഇങ്ങനെ ട്രിമ്മായി ടിപ് ടോപ്പായി നിന്നെങ്കിലേ വർക്ക്ഔട്ട് ആകത്തുള്ളൂ മോളെ. മനസ്സിലായോ? ഫോളോ മീ. ഞാനിത വരുന്നു രാമ, ഇന്ന് നിന്റെയാണ് സീത. ഓ, എന്തൊരു ഡെക്കറേഷനാ. എൻഗേജ്മെന്റ് തന്നെ ഇങ്ങനെയാണെങ്കി അപ്പൊ കല്യാണത്തിന് എങ്ങനെയാവും? അയ്യോ, ആദ്യം പോയി അവൾ ഇടാനുള്ള ആഭരണമൊക്കെ നോക്കാം. സോ ബ്യൂട്ടിഫുൾ. അശോക്, ഡെക്കറേഷൻ കണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ? ആക്ച്വലി ഒരു കാര്യം അറിയോ? ഭാർഗവി മേമ പറഞ്ഞിട്ടാണത്രേ ഈ ഡെക്കറേഷനൊക്കെ ഇങ്ങനെ ചെയ്തത്. ഇൻഫാക്ട് അന്ന് സീത വേണ്ടാന്ന് പറഞ്ഞിട്ടും അവര് ഡയമണ്ട് റിംഗ് എടുക്കാൻ പറഞ്ഞു വാശി പിടിച്ചതായിരുന്നു അത്രേ. എന്തോ സീത പറഞ്ഞത് കേട്ടപ്പോ നിങ്ങള് ഭാർഗവി മേമയെ തെറ്റിദ്ധരിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അന്ന് ചരൺ പറഞ്ഞത് പ്രകാരം ഭാർഗവി മേമ സീതയും രാമനെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവർ മുന്നിൽ നിന്ന് ഇത്രയ്ക്ക് ഗ്രാൻഡ് ആയിട്ട് അറേഞ്ച്മെന്റ്സ് നടത്തി. നമ്മുടെ ജോലി നമ്മുടെ സമാധാനം തകർക്കരുതല്ലോ. മാം, ചെറുക്കനും പെണ്ണ് റെഡിയായോ? സീത ഞാൻ ഒരുക്കിക്കോളാം. പ്രിയ, റിലാക്സ്. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും ഹെയർ സ്റ്റൈൽ ആർട്ടിസ്റ്റും എല്ലാം സീതയോടൊപ്പം ഉണ്ട്. They will get hair ready. You just relax and enjoy the evening. ഓക്കെ. ബാ പ്രിയ. പറയൂ, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞോ? ഓ, ഓക്കെ, ലെറ്റ് ഹർ. മുത്തശ്ശി, എനിക്ക് എങ്ങനെയുണ്ട് ഈ ഡ്രസ് ഇട്ടിട്ട്? സുന്ദരി കുട്ടിയായിട്ടുണ്ടല്ലോ മോള്. എന്റെ ദൃഷ്ടിയാണ് നിനക്ക് പറ്റുമല്ലോ. മോളെ, ഈ ഡ്രസ്സിലെ നീ നല്ല പാവ കുട്ടിയെ പോലെയുണ്ട്. ഒന്ന് പോ മുത്തശ്ശ. ആ പ്രെട്ടി ഫ്രോക്കിന് എന്ത് ഭംഗിയായിരുന്നെന്നോ. ഞാൻ അത് ഇടണമെന്നാ കരുതിയേ. മുത്തശ്ശി, നിങ്ങൾ എന്തിനാ ആ പ്രെട്ടി ഫ്രോക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് വന്നേ? ഈ ഫ്രോക്ക് നല്ല ഭംഗിയുണ്ടല്ലോ മോളെ. ചക്കരെ, ഞാൻ തന്നില്ലേ ആ ഫ്രോക്കിനേക്കാൾ ഈ ഫ്രോക്കിന് നല്ല ഭംഗിയുണ്ട്. ഞാൻ വാങ്ങിയതേ ഒന്നും അല്ല ഇതിന്റെ മുന്നില്. ഹായ് സീക്കുട്ടാ. ഹായ് ഫ്രണ്ട്. അനുഗ്രഹിക്കണം സാർ. നന്നായി വാ മോനെ. 100 വർഷം നന്നായിരിക്കട്ടെ.
ചക്കരെ എന്താ ഡ്രസ്സിനൊക്കെ എന്താ പ്രശ്നമുണ്ടെന്ന് കേട്ടല്ലോ. അതെ ഫ്രണ്ട്, എന്റെ ഫേവറേറ്റ് ഫ്രോക്ക് മുത്തശ്ശി വീട്ടിൽ വെച്ചിട്ട് വന്നു. അത് എത്ര പ്രെട്ടി ആയിരുന്നെന്നോ. എനിക്ക് അതിടാനാ ഇഷ്ടം. അതിനിപ്പോ എന്താ, നമ്മുടെ ഡ്രൈവറിനോട് പറഞ്ഞ അതിപ്പോ കൊണ്ടുവരില്ലേ? അയ്യോ അതൊന്നും വേണ്ട മോനെ, ഇതെന്ത് ഭംഗിയാ, ഇതിട്ടിട്ട് എന്തൊരു സുന്ദരി കുട്ടിയാ ഇവള്. അതും സത്യ, എന്റെ ചക്കര കുട്ടി എന്തിട്ടാലും നല്ല ഭംഗിയായിരിക്കും. നമസ്കാരം മോളെ, സുഖാണോ? ആ ചെല്ലു ചെല്ലു. ആ എന്താടാ സുഖല്ലേ? ആ മോളെ സുഖാണല്ലോ അല്ലേ? ആ ചെല്ലു ചെല്ലു ചെല്ലു. മറ്റവനെ ഇന്നാണ്ടാ നിനക്ക് സമയം കിട്ടിയത് എന്റെ മുന്നിൽ ഒന്ന് നിൽക്കാൻ. സൂരി, അത് പിന്നെ എന്താന്നറിയോ? ഒന്നും വേണ്ടണ്ട നീ, ഞാനേ നല്ല ദേഷ്യത്തിലായിപ്പോ നിന്നോട്. സൂര്യ, കൊച്ചുമോന്റെ എൻഗേജ്മെന്റിന് നിങ്ങളിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നത് നല്ലതാണോ? ഞാൻ മുഖം വീർപ്പിച്ചെന്താ? ഞാനെന്താ കല്യാണ തിരക്കനാണോ? അല്ലല്ലോ. ഏയ്, നിങ്ങളിപ്പോ കല്യാണം കഴിക്കാൻ നിന്നാലും പെൺകുട്ടികൾ ക്യൂവിൽ നിൽക്കുക, അറിയോ? അതപ്പിക്കല്ലേ? നാളെ അങ്ങോട്ട് വന്നടാ. ഇപ്പൊ നമുക്ക് രണ്ടാക്കും പോയി ചെറുക്കനൊന്ന് കളിപ്പിച്ചാലാ? നമസ്കാരം. സുഖാണോ? നമസ്കാരം. നമസ്കാരം. ഹായ് ആഘോഷ് അങ്കിൾ. ഹായ്. ഹായ്. ഹായ് റാം. ഹായ് അശോക്. സുഖാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്തോ പനിയാന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ ആയപ്പോ ഓക്കെ ആയോ? ഐ ആം ഫൈൻ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. പിന്നെ ഒരു മിനിറ്റ് മോളെ. എടാ മുതുക്ക, കല്യാണ ചെറുക്ക, അത് വേണ്ട, കൈയെടുക്കോനെ. എടാ, സുന്ദരനായിട്ടുണ്ട്. കൺഗ്രാറ്റ്സ്. ഐ മിസ്ഡ് യു ബഡി. എന്ത് ചെയ്യാനാ, ജോലി. ഓക്കെ ഓക്കെ. ഇവിടത്തെ അലങ്കാരവും കാര്യങ്ങളും ഒക്കെ വളരെയധികം നന്നായിട്ടുണ്ട്. ഇതൊന്നും എന്റേതല്ല, എന്റെ ഭാർഗവി ചെയ്തതാ. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എനിക്ക് സന്തോഷായി. എല്ലാവരും എത്തിയല്ലോ, എങ്കിൽ നിങ്ങൾ പെണ്ണിനെ വിളിച്ചോണ്ട് വാ. സൂരി, റാമിനിപ്പോ വേറെ പ്രത്യേകിച്ച് പണിയില്ലല്ലോ, അവൻ പോയി വിളിച്ചിട്ട് വരട്ടെ. ട്രൈ ചെയ്തോ. നമസ്കാരമുണ്ട് രാവേട്ട, വിളിച്ചോണ്ട് വാ. മുത്തശ്ശ, കല്യാണ പെണ്ണ് റെഡിയായോ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? ഓയ്, വാഷ്റൂമിലെങ്ങാനും ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യ്. ഹായ് പ്രിയ. ഹലോ മണവാള, ലുക്കിംഗ് ഹാൻസം. താങ്ക് യു സോ മച്ച്. ബൈ ദ വേ, അഞ്ജുവും പ്രേമാന്റെ ഒക്കെ എവിടെ കാണുന്നില്ലല്ലോ? അയ്യോ, അഞ്ജുവിനെ കുറിച്ച് ഒന്നും പറയണ്ട. അവൾക്ക് ഇന്നൊരു പനി. വാട്ട്, ആർ യു സീരിയസ്? യാ, കറക്റ്റ് നിങ്ങളുടെ എൻഗേജ്മെന്റിന്റെ അന്ന് തന്നെ. അല്ല, അവൾ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നോ? എന്തായാലും ഇന്ന് ഇങ്ങോട്ടൊക്കെ വരേണ്ട കുട്ടിയല്ലേ? ആകായിരുന്നു, പക്ഷെ അവൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. റൂമിന്റെ പുറത്തേക്ക് പോലും വന്നില്ല അവള്. ആക്ച്വലി എനിക്കും അശോകിനും അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോരണമെന്നില്ലായിരുന്നു. അമ്മ നോക്കിക്കോളാം, നിങ്ങൾ പോയിട്ട് വന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നോനോ, പാവം, അവൾ ഇങ്ങോട്ടേക്കൊക്കെ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഓടി വെറുതെ ക്ഷീണിക്കും. എന്തായാലും അവളെ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കട്ടെ. ബൈ ദ വേ, സീത റെഡി ആയില്ലേ? അത് തന്നെ എനിക്കും അറിയാത്തെ. കുറെ നേരമായിട്ട് വിളിക്കുക, റെസ്പോണ്ട് ചെയ്യുന്നില്ല ആ പെണ്ണ്. സീത, ആയോ ഓക്കെ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ നിനക്ക്? റാം, ഒരു സെക്കൻഡ്, നിങ്ങളൊന്ന് ഉള്ളിലേക്ക് വരാവോ? ആ സീത, ഇത്രയും നേരം ഞാൻ കിടന്ന് വിളിച്ചിട്ട് നീ എന്താ റെസ്പോണ്ട് ചെയ്യാത്തെ? ഇപ്പൊ റാമു വിളിച്ചപ്പോ അകത്തേക്ക് ഒന്ന് കേറി വന്നല്ലേ? എന്നോട് പറഞ്ഞ റാമിനെ അകത്തേക്ക് വിടില്ല എന്ന് വിചാരിച്ചോ? ഇതൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതണ്ട. നീ ഇപ്പോഴും ഇതിൽ പ്രീ കേജില്ല മോളെ. ഞാനാണെങ്കിൽ PhD എടുത്തതാ. ഓക്കെ റാം, നിങ്ങൾ അകത്തേക്ക് ചെല്ലും, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. താങ്ക് യു. സീ യു. ബൈ. സീത, can I come in? ആ റാം, വന്നോളൂ. സീത,
വെൽക്കം വെൽക്കം. നിങ്ങളെല്ലാവരും ഈ ഫംഗ്ഷന് വന്നതിൽ ഒരുപാട് സന്തോഷം. ദേശായി കുടുംബത്തിലെ ഫംഗ്ഷൻ മിസ് ചെയ്യാൻ പറ്റുമോ? അതും ഇളയ കൊച്ചുമോന്റേത്. ഈ ഗ്രാൻഡ് സെലിബ്രേഷൻ ഞങ്ങൾ മിസ് ചെയ്യോ? ഫൈനലി ഒരു മരുമകൾ വരാൻ പോകുമല്ലേ, ഒരുപാട് നാളുകൾക്ക് ശേഷം. Yeah, good things take time. But finally, I found him the right match. അതിനല്ലേ കാത്തിരുന്നതൊക്കെ. എന്റെ രാമന് സീതയെ തന്നെ കണ്ടെത്തിയിരിക്ക. ഭാർഗവി ചേച്ചി, ഭാർഗവി ചേച്ചി ഇവിടെ നിൽക്കുമായിരുന്നോ? നമസ്കാരം ആന്റി. നമസ്കാരം നമസ്കാരം നമസ്കാരം. നമസ്കാരം. അല്ല, എന്നെ മനസ്സിലായില്ലേ? സുദേശ്. ഇവർക്ക് മനസ്സിലായില്ലെന്നേ. ഭാർഗവി ചേച്ചി, ഫംഗ്ഷൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെരി നൈസ്. ചേച്ചി, ഇത് കണ്ടോ ബ്ലൗസ്? കൊള്ളാല്ലേ? നിങ്ങളുടെ ടൈലർ അടിച്ച് തന്നതാ. ഞങ്ങളുടെ ടൈലറിന്റെ അടുത്ത് കൊടുത്തോ, ഒരു കൈക്ക് ഒരു നീളവും മറ്റേ കൈക്ക് വേറെ നീളമായിരിക്കും. അവൻ അടിച്ചു തന്ന ആ ഫാഷൻ എന്ന് കരുതി നമ്മൾ അതും ഇട്ടോണ്ട് നടക്കണം. അതുമല്ല, സമയത്ത് അവൻ തയ്ച്ചു തരത്തുമില്ല. അതുകൊണ്ടേ നിങ്ങളുടെ ടൈലറിന്റെ നമ്പർ ഒന്ന് തരണേ. അതെന്താന്ന് വെച്ചാ ഇവൾക്ക് അവരുടെ കട അറിയാം, ഫോൺ നമ്പർ ഇല്ലാതാ. ഭാർഗവി, ആരാ ഇതൊക്കെ? നിന്റെ റിലേറ്റീവ്സാ? അയ്യോ ആന്റി, വെറും റിലേറ്റീവ്സ് അല്ല, ക്ലോസ് റിലേറ്റീവ്സാ. സീത എന്റെ നാത്തൂനാ, ഇത് അവളുടെ ചേട്ടനും. ഞാൻ ഒരു ഗ്രേറ്റ് ബിസിനസ്മാൻ ആണ്. ഓക്കെ ഭാർഗവി, യു ക്യാരി ഓൺ വിത്ത് യുവർ റിലേറ്റീവ്സ്. ഓക്കെ ആന്റി, അവിടെ പോയിരുന്നോ. ഭാർഗവി ചേച്ചി, ഫംഗ്ഷനിൽ ജ്യൂസ് ഒന്നും കൊടുക്കുന്നില്ലേ? പുറത്തൊന്നും കിട്ടിയില്ല. നിങ്ങൾ പോയിരുന്നോളൂ, അങ്ങോട്ടേക്ക് കൊണ്ടുവരും. എനിക്ക് മാംഗോ ജ്യൂസ് മതി. ഭാർഗവി ചേച്ചി, നെക്ലസ് നന്നായിട്ടുണ്ട്. എത്ര പവനാ? ഇത് ആർട്ടിഫിഷ്യലാ. വെറുതെ തമാശ പറയില്ല ഭാർഗവി ചേച്ചി, നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇടുവോ? ചെല്ല് പോയിരുന്നു. ജ്യൂസ്. നമസ്കാരം. 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 നോൺസെൻസ്. ചേച്ചി, സീത ഇതുവരെ റെഡി ആയത് പോലും ഇല്ല. അവളെങ്ങാണ് ആ ഗൗൺ ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞ, അങ്ങനെ എങ്ങാനും പറഞ്ഞ. ശരിക്കും സുന്ദരിയായിട്ടോ. ഐ മീൻ, എപ്പോഴും സുന്ദരിയാണ്, ബട്ട് ഈ അറ്റയറില് സ്റ്റണ്ണിങ്. സത്യം പറയാണോ, എനിക്കിതൊട്ടും കംഫർട്ടായിട്ട് തോന്നുന്നില്ല. ശരിക്കും ഇത് ഭംഗിയുണ്ടോ? എന്തു പറ്റി? അബ്സല്യൂട്ട്ലി സൂപ്പർ ആയിട്ടുണ്ട്. അല്ല റാം, ഈ ലെഹങ്കയൊക്കെ ധരിച്ച് എനിക്ക് ശീലമില്ല ഇതുവരെ. എപ്പോഴും സാരിയല്ലേ ഉടുക്കാറ്. ഇന്ന് എന്തോ ഒരു തരം അൺഈസി ആയിട്ടുള്ള ഫീൽ ഉണ്ട് എനിക്ക്. അത്രയല്ലേ ഉള്ളൂ, അൺകംഫർട്ടബിൾ, അതല്ലേ? അതല്ലാതെ ഫാബ്രിക് ഇറിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഡോണ്ട് വറി, അതിൻ്റെ ഒരു സൊല്യൂഷൻ ഉണ്ട്. അതെന്താ? നീ വാ. ലുക്ക് അറ്റ് യു, ഹൗ ബ്യൂട്ടിഫുൾ യു ആർ. ഒരു ഏഞ്ചലിനെ പോലെയുണ്ട് കാണാൻ. ഒന്ന് പോറാം. എന്നെ കംഫർട്ട് ആക്കാൻ വേണ്ടിയാ നിങ്ങൾ എന്നെ ഇങ്ങനെ പൊക്കി പറയുന്നതെന്ന് എനിക്കറിയാം. ഐ എം സീരിയസ്. ഇപ്പൊ നീ ധരിച്ചിരിക്കുന്ന ഈ ഡ്രസ്സ് നിന്റെ ബ്യൂട്ടിയെ ഒരുപാട് എൻഹാൻസ് ചെയ്യുന്നുണ്ട്, അറിയോ? പക്ഷേ എന്തോ ഒരു ചെറിയ കുറവ് കാണുന്നുണ്ടല്ലോ. എന്താ അത്? സ്മൈൽ. അതുകൂടെ നിന്റെ മുഖത്തുണ്ടെങ്കിൽ പെർഫെക്റ്റ് 10 on 10. റാം, നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലല്ലേ? ഇത്രയും നേരം എന്റെ മുഖം എന്ത് ഡള്ളായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ, സഡൻ ആയിട്ടൊരു ഗ്ലോ വന്നില്ലേ? ഇത്രയും നേരം ഒരു കോമാളിയെ പോലെ ആയിരുന്നു. എന്ത് കോമാളിയോ? ആ പറഞ്ഞത് സത്യവാ. ഓ, അതായത് ഞാൻ കോമാളിയാണ്. കംഫർട്ട് ആയില്ലേ? ഇപ്പഴാ പെർഫെക്റ്റ് ആയത്. സീരിയസ്ലി. I'll make you comfortable. Don't worry. കണ്ടില്ലേ, സ്റ്റേഡിയത്തിന്റെ എൻട്രൻസ് തന്നെ ജില്ല 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 എന്ന് പറഞ്ഞു നിൽക്കുന്നത്. സൂപ്പർ ആയിട്ടുണ്ടല്ലേ. ആരാ ഇതൊക്കെ ചെയ്തത്? ടീം മാനേജർ ഭാർഗവി. അല്ല, മരുമോളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഇത്രയെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്യണ്ടേ? അല്ല, ഇത്രയെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ
അമ്മായിമ്മയ്ക്ക് എവിടെ വില കിട്ടാനാ? എനിക്കിതൊക്കെ കാണുമ്പോ ആടിനെ അറക്കുന്നതിന് മുമ്പ് അതിന് നന്നായിട്ട് പുല്ലും വെള്ളവും കൊടുക്കൂലേ, അതാ ഓർമ്മ വരുന്നത്. പക്ഷെ ഭാർഗവിക്ക് ഒരു കാര്യം അറിയില്ല, സീത ആടല്ല. കറക്റ്റാ ബ്രദർ. പക്ഷേ ഇത്രയൊക്കെ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാ മരുമകളായിട്ട് വരുന്നവളൊന്ന് ശ്രദ്ധിക്കണം. ഇതിപ്പോ ഇവളോട് ആരാ ഒന്ന് പറയുക? നീ പറഞ്ഞാൽ ഇവിടെ ആരും കേക്കില്ല. പാവമുണ്ടല്ലേ സീത? പാവം തന്നെ. ആ നമസ്കാരം. അഞ്ജു, നിനക്ക് നിന്റെ ചേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ അവന് നിന്റെ സ്വപ്നങ്ങളെ കുറിച്ചോ ലൈഫിനെ കുറിച്ചോ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടോ? അയ്യോ, എന്റെ ചേട്ടന് ഞാനല്ല. എന്റെ കല്യാണം കഴിയാണ്ട് അവൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞോണ്ടിരുന്ന. എങ്ങനെയോ ശ്രീരാമേട്ടൻ കാരണം ആ കല്യാണം നടന്നു. അതാ ഒരു സമാധാനം. അഞ്ജു, ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുക. അതൊന്നും നിന്റെ കണ്ണി പെടുന്നില്ലേ? നീ തന്നെയല്ലേ പറയാറ് ചേട്ടന്മാർക്ക് നിന്റെ കല്യാണക്കാര്യത്തിൽ ശ്രദ്ധയുണ്ടെന്ന്. പക്ഷെ നീ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചെന്ന് കരുതി അവര് നിന്റെ കല്യാണക്കാര്യത്തിൽ ശ്രദ്ധിക്കില്ല അഞ്ജു. നിന്റെ ഏട്ടത്തി വന്നതിന് ശേഷം അവന്റെ പ്രയോറിറ്റീസും ചേഞ്ച് ആയി കാണും. എന്റെ ചേട്ടൻ മറ്റുള്ളവരെ പോലെ അല്ല. അതൊക്കെ നിന്റെ തോന്നല് മാത്രമാണ്. രാം സാറേ, ഇന്നലെ തൊട്ടെന്നാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു വാക്ക് എന്നോട് പറ. പക്ഷെ എന്റെ ചേട്ടന്മാരെ കുറിച്ച് ഒന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ കാരണം നിങ്ങൾക്ക് വിഷമായെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇന്നലെ രാത്രി എനിക്ക് ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിന് എന്തോ ഒരു സുഖമില്ല. എൻഗേജ്മെന്റിന് പോലും പോയില്ല, അറിയോ? അഞ്ജു, നീ ചെല്ലാത്തത് കൊണ്ട് അവിടെ ആരെങ്കിലും വിഷമിച്ച് നിൽക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാനും ഇത് തന്നെയാ പറയുന്നത്. ദേ നോക്ക്, ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലായിക്കോളൂ. അഞ്ജു, വാതിൽ തുറക്കുമോളെ. അഞ്ജു, അമ്മ, എനിക്ക് വിശക്കുന്നില്ല. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? എനിക്കറിയാം നിനക്ക് ഭക്ഷണം വേണ്ടി വരില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ കൊണ്ടുവന്നേ. ഒരു ഡോക്ടറായിട്ട് നീ തന്നെ ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്ന എങ്ങനെയാ മോളെ? വാതിൽ തുറക്ക്. പനി കുറവുണ്ടോ മോളെ? കുഴപ്പമില്ല അമ്മേ. അഞ്ജു, ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടൊന്നും തോന്നല്ലേ. നീ ആരെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? അതോ സ്നേഹത്തിന്റെ പേരില് നിന്നെ ആരെങ്കിലും വല്ലാതെ ശല്യം ചെയ്യുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല അമ്മേ. അങ്ങനെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. നോക്ക്, അങ്ങനെ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞു. ഞാൻ നിന്റെ അമ്മയെ പോലെയല്ലേ. അങ്ങനെയൊന്നും ഇല്ല അമ്മേ. ശരി മോളെ. നോക്ക്, പേഷ്യൻസ് ആരെങ്കിലും ഫോൺ ചെയ്യുന്നാവും. നോക്ക് മോളെ. ഒന്നുമില്ലാന്ന് ഇവള് പറഞ്ഞാലും ഇവളുടെ മുഖം മറ്റെന്തോ പറയുന്നുണ്ട്. ഇവള് തീർച്ചയായും ആരോ ഒരാളുടെ കെണിയിൽ പെട്ടിട്ടുണ്ട്. എന്റെ കോഡ് നീ കട്ട് ചെയ്തില്ല അഞ്ജു. നിനക്കെന്നെ വേണ്ടല്ലോ. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് വന്നിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരെയും കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും വർഷങ്ങളിൽ ഞാൻ എൻ്റെ ബിസിനസ്സിൽ ഒരുപാട് തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. ആ ഭഗവാൻ കണ്ടെറിഞ്ഞ് തന്നിട്ടുണ്ട്. പക്ഷെ അതുമാത്രം പോരാ. വ്യക്തിപരമായ ജീവിതത്തിൽ
ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ ജീവിതം പരിപൂർണമാവില്ല. എന്റെ കൊച്ചുമോന്റെ കല്യാണം എനിക്ക് ഇത്രയും വർഷം ഒരു സ്വപ്നമായിരുന്നു. ഇപ്പൊ സീത വന്നു, അതൊക്കെ സത്യമാകാൻ പോവുക. ആ സീതാരാമന്മാരുടെ വൈവാഹിക ജീവിതത്തിന് ഞാൻ ഈ നിശ്ചയം വഴി ആരംഭം കുറിക്കുകയാണ്. അതിന് നിങ്ങളെല്ലാവരും നിറഞ്ഞ ഹൃദയത്തോടെ അവരെ ആശീർവദിക്കണം. സാധന, എവിടെ മോളെ? ചെറുക്കനെയും പെണ്ണിനെ വേഗം വിളിക്കും മോളെ. Wow, Sidamma, so beautiful. ഏതു ജന്മ സ്വപ്നമായി കാട്ടുകാട്ടുന്നു നീ, അരികെ വന്നു ചേരുവാനെൻ ജീവനിൽ. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ, ഒഴുകി മെല്ലെ അലിയുവാനെൻ പ്രാണനിൽ. ഇനി മുഖം പുതുപൂവായി മനസാ